വായനാ ദിനത്തോടനുബന്ധിച്ച് എജുഫേസ് നടത്തുന്ന രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നടത്തിയ ഒന്നാമത്തെ ക്ലാസ് കാണാതെയാണ് നിങ്ങൾ ഈ ക്ലാസ്സിന് ഇരിക്കുന്നതെങ്കിൽ വേഗം പോയിട്ട് ആ ക്ലാസ് കാണുക. അതിലുള്ള 100 ചോദ്യങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പം ജൂൺ 19 നമ്മുടെ വായനാ ദിനം, 18 നമ്മുടെ കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 3 വീഡിയോയിലായിട്ട് നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. നാളത്തോടത് പൂർത്തിയാക്കും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് നന്നായിട്ട് വേണം നമ്മുടെ കോമ്പറ്റീഷൻ ആണെങ്കിലും മറ്റേത് കോമ്പറ്റീഷൻ ആണെങ്കിലും നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഒരുങ്ങുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പി.എൻ. പണിക്കർ ജനിച്ചത് കോട്ടയം ജില്ലയിലാണ് എന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആലപ്പുഴ ജില്ല എന്ന് തിരുത്തി പഠിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവസാനം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവരത് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ഒന്നും മുടങ്ങാതെ അവസാനം വരെ കാണുക, പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മലയാള അച്ചടിയുടെ പിതാവ് ആരാണ് എന്നുള്ളതാണ്. മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാള അച്ചടിയുടെ പിതാവ്. അപ്പോൾ അച്ചടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ വീഡിയോയിൽ. എന്താണ്? മലയാള അക്ഷരം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം ഏതാണെന്നുള്ളത് അല്ലേ? അതേതായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് അല്ലേ? അപ്പോൾ അച്ചടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോകപ്രശസ്തയായ പെൺകുട്ടിയാരാണ്? ആൻ ഫ്രാങ്ക് ആണ്. തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോകപ്രശസ്തയായിട്ടുള്ള പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്നതായിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി. അപ്പോൾ ആ പേര് മറന്നു പോകരുത്. ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോകപ്രശസ്തയായിട്ടുള്ള പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക്. ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഏതാണ്? ബാപ്പുജിയാണ്. ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കാവ്യമാണ് ബാപ്പുജി. അടുത്ത ചോദ്യം: ഇബ്നു ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവൽ ഏതാണ്? ഗോവർദ്ധനൻ്റെ യാത്രകളാണ്. ഇബ്നു ബത്തൂത്ത നമുക്കറിയാം മൊറോക്കൻ സഞ്ചാരിയായിരുന്നു. അദ്ദേഹം കേരളമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇബ്നു ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവലാണ് ഗോവർദ്ധനൻ്റെ യാത്രകൾ. അടുത്ത ചോദ്യം: വയലാറിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയുടെ പേരെന്താണ്? പുരുഷാന്തരങ്ങളിലൂടെ. വയലാറിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയുടെ പേരാണ് പുരുഷാന്തരങ്ങളിലൂടെ. പേര് മറന്നു പോകരുത്. പുരുഷാന്തരങ്ങളിലൂടെ എന്ന സഞ്ചാര സാഹിത്യ കൃതി രചിച്ചതാരാണ്? വയലാർ രാമവർമ്മയാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? പാട്ടബാക്കിയാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി എന്നത്. പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? കെ ദാമോദരനാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായിട്ടുള്ള പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് കെ ദാമോദരനാണ്. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആരാണ്? എസ്.കെ. പൊറ്റക്കാടാണ്. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റാണ് എസ്.കെ. പൊറ്റക്കാട്. നമുക്കറിയാം മലയാളത്തിൻ്റെ അഭിമാന സഞ്ചാര സാഹിത്യകാരനാണ് എസ്.കെ. പൊറ്റക്കാട്. അപ്പോൾ ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റാണ് എസ്.കെ. പൊറ്റക്കാട്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയിട്ടുള്ളത്. ആരാണ് എഴുതിയത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത എഴുതിയിട്ടുള്ളത്. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ എന്ന് തുടങ്ങുന്ന ഈ കവിത രചിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. സേതു പുനത്തിൽ കുഞ്ഞബ്ദുള്ള. സേതു പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഇത് 2 പേരാണ്. ഒന്ന് സേതു, 2 പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നീ 2 സാഹിത്യകാരന്മാർ ചേർന്ന് എഴുതിയ കൃതി ഏതാണ്? നവഗ്രഹങ്ങളുടെ തടവറ എന്നതാണ്.
സേതു, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നീ രണ്ട് സാഹിത്യകാരന്മാർ ചേർന്നെഴുതിയ കൃതിയാണ് നവഗ്രഹങ്ങളുടെ തടവറ എന്ന പേര് മറക്കരുത്. നവഗ്രഹങ്ങളുടെ തടവറ ആരൊക്കെ ചേർന്നാണ് എഴുതിയത്? സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയതാരാണ്? വൈക്കത്ത് പാച്ചു മൂത്തത്. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് വൈക്കത്ത് പാച്ചു മൂത്തതാണ്. അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? തിക്കോടിയനാണ്. തിക്കോടിയൻ്റെ ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ എന്നത്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. അരങ്ങ് കാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? തിക്കോടിയൻ. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസം രചിച്ചത് OV വിജയനാണ്. അപ്പോൾ ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അപ്പുക്കിളി എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസം. മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏതാണ്? ബാല്യകാല സഖിയാണ്. മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവലാണ് ബാല്യകാല സഖി. നൈനിറ്റാൾ പശ്ചാത്തലമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ്? മഞ്ഞ് ആണ്. MTയുടെ മഞ്ഞ് വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്. അപ്പം നൈനിറ്റാൾ പശ്ചാത്തലമാക്കിയിട്ടാണ് MT വാസുദേവൻ നായർ മഞ്ഞ് രചിച്ചിട്ടുള്ളത്. അപ്പം മഞ്ഞ് എന്ന നോവലിന് ഇതിവൃത്തമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നൈനിറ്റാൾ ആണ്. ഓർത്ത് നോക്കുക, നൈനിറ്റാൾ. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. അപ്പോൾ അവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പേര് പഠിച്ചേക്കുക, ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ രചയിതാവ് ആരാണ്? പൊൻകുന്നം വർക്കിയാണ്. ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ രചയിതാവ് പൊൻകുന്നം വർക്കിയാണ്. അവിടെ ആഭ് എന്നതൊക്കെ തെറ്റായിട്ട് എഴുതി പോയതാണ്. അപ്പം ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ രചയിതാവ് പൊൻകുന്നം വർക്കിയാണ്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഗീതാഞ്ജലിയാണ് അല്ലേ. അപ്പോൾ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയനാണ് രവീന്ദ്രനാഥ് ടാഗോർ. ആദ്യ ഭാരതീയൻ മാത്രമല്ല, ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടി ആര് തന്നെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ടാഗോറിൻ്റെ ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഗീതാഞ്ജലി. ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്ന ആരാണ്? PK നാരായണ പിള്ള. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് PK നാരായണ പിള്ളയാണ്. ചോദ്യം എന്താണ്? സാഹിത്യ പഞ്ചാനൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എന്താണ്? PK നാരായണ പിള്ള. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ്? വിദ്യാ വിനോദിനിയാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയാണ് വിദ്യാ വിനോദിനി. പേര് പഠിച്ചു വെക്കണം, വിദ്യാ വിനോദിനിയാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. ONV കുറുപ്പിൻ്റെ പൂർണ്ണനാമം എന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നതാണ്. അപ്പോൾ ONVയുടെ O എന്നത് ഒറ്റപ്ലാക്കൽ എന്നതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. N എന്ന് പറഞ്ഞാൽ നീലകണ്ഠൻ, V എന്ന് പറഞ്ഞാൽ വേലുക്കുറുപ്പ്. അപ്പം ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നതാണ് ONV കുറുപ്പിൻ്റെ പൂർണ്ണനാമം. ഇരട്ടക്കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവൽ ഏതാണ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇരട്ടക്കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായിട്ടുള്ള നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയതാരാണ്? അരുന്ധതി റോയിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യത്തെ മലയാളിയാണ് അരുന്ധതി റോയ്. അപ്പോൾ അതിന് അവരെ അർഹയാക്കിയിട്ടുള്ള രചനയാണ്, നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നത്. ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ആരാണ്? അരുന്ധതി റോയിയാണ്. ഏത് പുസ്തകത്തിനാണ് ലഭിച്ചത്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്കാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയതാരാണ്? ലിയോ ടോൾസ്റ്റോയാണ്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയതാരാണ്? ലിയോ ടോൾസ്റ്റോയ്. വാർ ആൻഡ് പീസ് അല്ലെങ്കിൽ യുദ്ധവും സമാധാനവും എഴുതിയത് ലിയോ ടോൾസ്റ്റോയാണ്. വന്ദേ മാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏതാണ്? ആനന്ദമഠമാണ്.
അപ്പോൾ നമുക്കറിയാം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. ദേശീയ ഗാനം ജനഗണമനയാണ്. ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ഈ വന്ദേ മാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ സാമൂഹ്യ രാഷ്ട്രീയ നാടകം ഏതാണ്? കൂട്ടുകൃഷിയാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ സാമൂഹ്യ രാഷ്ട്രീയ നാടകമാണ് കൂട്ടുകൃഷി. അപ്പോൾ കൂട്ടുകൃഷി എന്ന സാമൂഹ്യ രാഷ്ട്രീയ നാടകം എഴുതിയത് ആരാന്ന് പഠിച്ചു നോക്കുക. ആരാണ്? ഇടശ്ശേരിയാണ്. ഇടശ്ശേരിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശക്തിയുടെ കവി എന്നാണ് ഇടശ്ശേരി അറിയപ്പെടുന്നത്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. രാമചരിതമാനസം എന്ന് പറയുന്ന രചന എഴുതിയതാരാണ്? തുളസീദാസാണ്. രാമചരിതമാനസം എഴുതിയത് തുളസീദാസാണ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ശ്രദ്ധിക്കണം, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥവും എഴുതിയതാരാണ്? ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്ന ജർമ്മൻകാരനാണ്. അദ്ദേഹം തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമായിട്ടുള്ള രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത്. അപ്പം നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം, പത്രം ഇതൊക്കെ ആദ്യമായിട്ട് പുറത്തിറക്കിയതാരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് ഇറക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്ന ഏതാണ്? രാമചരിതമാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് രാമചരിതമാണ്. EMS നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന M മുകുന്ദൻ്റെ കൃതി ഏതാണ്? കേശവൻ്റെ വിലാപങ്ങൾ. EMS നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന M മുകുന്ദൻ്റെ കൃതിയാണ് കേശവൻ്റെ വിലാപങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു M മുകുന്ദൻ്റെ മറ്റൊരു നോവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ദൈവത്തിൻ്റെ വികൃതികൾ അല്ലേ. അതുപോലെ തന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ഇതൊക്കെ M മുകുന്ദൻ്റെ നോവലുകളാണ്. അതുപോലെ തന്നെ EMSൻ്റെ ഒരു ഗ്രന്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1.25 കോടി മലയാളികൾ. അപ്പോൾ 1.25 കോടി മലയാളികൾ എഴുതിയത് EMS ആണ്. ദൈവത്തിൻ്റെ വികൃതികൾ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇതൊക്കെ എഴുതാനാണ് M മുകുന്ദനാണ്. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ രചനയാണ്? NV കൃഷ്ണവാര്യർ. ഗാന്ധിയും ഗോഡ്സെയും എന്ന പുസ്തകം എഴുതിയതാരാണ്? NV കൃഷ്ണവാര്യരാണ്. നളചരിതം ആട്ടക്കഥ രചിച്ചതാരാണ്? ഉണ്ണായി വാര്യറാണ്. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യറാണ്. ഇത് നമ്മൾ ഇന്നലത്തെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു നോക്കുക, നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശമാണ്. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. ഓർത്തു വെക്കണം, മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പറയണം, ഉണ്ണുനീലി സന്ദേശം. ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ഏതാണ്? ദിലാർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? ദിലാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം. അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥ ആരാണ് എഴുതിച്ചത്? തിക്കോടിയൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷനാണ്. അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥ എഴുതിയത് തിക്കോടിയൻ ആണ്. ഓർത്തു വെക്കട്ടോ, തിക്കോടിയനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? കഥാബീജം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഏക നാടകമാണ് കഥാബീജം. ഓർത്തു വെക്കണം, കഥാബീജമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഏക നാടകം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസന വികൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസന വികൃതിയാണ്. അപ്പോൾ വികൃതി നമ്മൾ കുറച്ച് അല്ലേ, ചെറുതായിരിക്കും അല്ലേ വികൃതി, ചെറുതായിരിക്കും വികൃതി. അപ്പോൾ ചെറുതാണ് വികൃതി എന്ന് ഓർത്ത് വെച്ചാൽ മതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസന വികൃതി. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച രചന ഏതാണ്? യാ ഇലാഹി എന്നതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച രചനയാണ് യാ ഇലാഹി എന്നത്. അധ്യാപക നാടകകൃത്ത് എന്നറിയപ്പെടുന്ന ആരാണ്? കാരൂർ നീലകണ്ഠപിള്ള. അധ്യാപക നാടകകൃത്ത്, അധ്യാപകനായിട്ടുള്ള നാടകകൃത്ത് എന്നറിയപ്പെട്ടതാരാണ്? കാരൂർ നീലകണ്ഠപിള്ള. പേര് ഓർത്ത് നോക്കുക, കാരൂർ നീലകണ്ഠപിള്ളയാണ് അധ്യാപക നാടകകൃത്ത് എന്ന് അറിയപ്പെട്ടത്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് അഗ്നിസാക്ഷി. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് അഗ്നിസാക്ഷി.
അടുത്ത ചോദ്യം, കണ്ണൻ എന്ന കാള കഥാപാത്രമാകുന്ന ചെറുകഥ ഏതാണ്? ശബ്ദിക്കുന്ന കലപ്പ. കണ്ണൻ എന്ന കാള കഥാപാത്രമാകുന്ന ചെറുകഥയാണ് ശബ്ദിക്കുന്ന കലപ്പ. ശബ്ദിക്കുന്ന കലപ്പ എഴുതിയതാരാണ്? പൊൻകുന്നം വർക്കിയാണ്. പൊൻകുന്നം വർക്കിയാണ് ശബ്ദിക്കുന്ന കലപ്പ എഴുതിയത്. നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുത്തച്ഛൻ പുരസ്കാരം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ സ്വീകരിക്കും, അല്ലെ, വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ സ്വീകരിക്കും എന്ന് പറഞ്ഞത് പൊൻകുന്നം വർക്കിയായിരുന്നു. അപ്പം കണ്ണൻ എന്ന കാള കഥാപാത്രമാകുന്ന ചെറുകഥയാണ് ശബ്ദിക്കുന്ന കലപ്പ എഴുതിയത് പൊൻകുന്നം വർക്കി. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികളാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കുന്തലതയാണ് അല്ലേ. അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് ആദ്യത്തെ നോവൽ. ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. അതാരുടേതാണ്? ചന്തുമേനോൻ്റെതാണ്. അപ്പോൾ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത, എഴുതിയത് അപ്പു നെടുങ്ങാടി. ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ഏതാണ്? ഇന്ദുലേഖ, എഴുതിയത് ഒ ചന്തുമേനോൻ. എന്നാൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണത്? അവകാശികളാണ്. ഇനി ഈ അവകാശികൾ എന്ന നോവൽ എഴുതിയതാരാണ്? വിലാസിനിയാണ്. അവകാശികൾ എന്ന നോവൽ എഴുതിയത് വിലാസിനിയാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചതാരാണ്? ഇന്ദുചൂടനാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ഇന്ദുചൂടനാണ്. പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദുചൂടനാണ് കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചിട്ടുള്ളത്. ഒരു തൊഴിലാളി കഥാപാത്രമാകുന്ന മലയാളത്തിലെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. ഒരു തൊഴിലാളി കഥാപാത്രമാകുന്ന മലയാളത്തിലെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. പി കേശവദേവാണ് ഓടയിൽ നിന്ന് എന്ന് പറയുന്ന ഈ നോവൽ രചിച്ചിട്ടുള്ളത്. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചതാരാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചതാരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ്. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നളചരിതം, കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥയാണ്. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യരാണ്. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? മഹാരാഷ്ട്രയിലെ ദിലാർ ആണ്. മഹാരാഷ്ട്രയിലെ ദിലാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യത്തെ നോവലാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ എന്താണ് മാർത്താണ്ഡവർമ്മയുടെ പ്രത്യേകത? മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യത്തെ നോവലാണ് മാർത്താണ്ഡവർമ്മ. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ നോവൽ നമ്മൾ പറഞ്ഞു അഗ്നിസാക്ഷിയാണ് അല്ലേ. അഗ്നിസാക്ഷിയാണ് ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയത്. ലളിതാംബിക അന്തർജനമാണ് ഇത് എഴുതിയിട്ടുള്ളത്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം ഏതാണ്? ദുരവസ്ഥയാണ്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. അപ്പം എന്താണ് പുസ്തകത്തിൻ്റെ പേര്? ദുരവസ്ഥ. ആരാണ് എഴുതിയത്? കുമാരനാശാൻ. എന്താ പ്രത്യേകത? മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കവിത ഏതാണ്? ചിന്താവിഷ്ടയായ സീത. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയാണ് മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കവിതയായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ചിന്താവിഷ്ടയായ സീത, കുമാരനാശാൻ. 100 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. 100 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെയാണ് ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത്. 100 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. ചിന്നസ്വാമി എന്നറിയപ്പെടുന്ന ആരാണ്? കുമാരനാശാനാണ്. ചിന്നസ്വാമി എന്നറിയപ്പെട്ടതാരാണ്? കുമാരനാശാനാണ്. ദാസൻ കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഓർത്തു വെക്കുക, ദാസൻ കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ, ഇതൊക്കെ എം മുകുന്ദൻ്റെ നോവലുകളാണ്. പപ്പു കഥാപാത്രമാകുന്ന ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചതാരാണ്? പി കേശവദേവ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമാകുന്ന ആദ്യത്തെ നോവലാണ് ഓടയിൽ നിന്ന് എന്നത്. ഇത് രചിച്ചതാരാണ്? പി
കേശവദേവ്. ശബ്ദിക്കുന്ന കലപ്പ ആരുടെ രചനയാണ്? പൊൻകുന്നം വർക്കിയാണ്. ശബ്ദിക്കുന്ന കലപ്പ അല്ലെ, കണ്ണൻ എന്ന് പറയുന്ന കാളയാണ് അതിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ ശബ്ദിക്കുന്ന കലപ്പ ആരുടെ രചനയാണ്? പൊൻകുന്നം വർക്കിയാണ്. അദ്ദേഹമാണ് എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തവരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രാമായണം രചിച്ചതാരാണെന്ന് നമ്മൾ പറയുകയുണ്ടായി അല്ലേ? ആരായിരുന്നു? വാൽമീകിയാണ്. അപ്പം ഈ വാൽമീകിയുടെ രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. അതുകൊണ്ട് തന്നെ കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കാരണം മനസ്സിലായല്ലോ, വാൽമീകി രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് വള്ളത്തോൾ കേരള വാൽമീകി എന്ന് അറിയപ്പെടുന്നു. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്ത് കവിത എഴുതിയ കവിയാരാണ്? ONV കുറുപ്പാണ്. ONV കുറുപ്പാണ് ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്ത് കവിതകൾ രചിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ബാലാമണിയമ്മയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ബാലാമണിയമ്മ. തൃക്കോട്ടൂരിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? UA ഖാദറാണ്. നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ, തൃക്കോട്ടൂരിൻ്റെ ഇതിഹാസകാരൻ എന്നൊക്കെ അറിയപ്പെട്ടത് UA ഖാദറാണ്. തൃക്കോട്ടൂർ പെരുമ എന്ന നോവലൊക്കെ എഴുതിയത് UA ഖാദർ തന്നെയാണ്. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P കുഞ്ഞിരാമൻ നായരുടെയാണ്. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ P കുഞ്ഞിരാമൻ നായരുടേതാണ്. അപ്പോൾ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മകഥ നോവലിൻ്റെ രൂപത്തിൽ രചിച്ചതാരാണ് എന്നുള്ളത് അല്ലേ? അതാരായിരുന്നു? SK പൊറ്റക്കാടായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകത്തിൻ്റെ പേരെന്താണ്? വർത്തമാന പുസ്തകം. ഇത് നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകത്തിൻ്റെ പേരാണ് വർത്തമാന പുസ്തകം. ഓർത്തു വെക്കുക, വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? പാറാമേക്കൽ തോമ കത്തനാരാണ്. വർത്തമാന പുസ്തകം എന്ന മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതിയുടെ രചയിതാവിൻ്റെ പേര് പാറാമേക്കൽ തോമ കത്തനാർ. എന്താ പേര്? പാറാമേക്കൽ തോമ കത്തനാരാണ്. സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടു തന്നാലേ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചത് പൊൻകുന്നം വർക്കി. നമ്മൾ കുറേ തവണ പറഞ്ഞതാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അഥവാ എഴുത്തച്ഛൻ. അപ്പോൾ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവാരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ് തകഴി ശിവശങ്കര പിള്ളയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലതയാണ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലതയാണ്. എഴുതിയത് അപ്പു നെടുങ്ങാടിയാണ്. ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചതാരാണ്? O ചന്തുമേനോനാണ്. അപ്പോൾ എന്താണ് ഇന്ദുലേഖയുടെ പ്രത്യേകത? ലക്ഷണമൊത്ത നോവലാണ്. ആദ്യത്തെ നോവല് നമ്മൾ പറഞ്ഞു കുന്തലതയാണ്. എന്നാൽ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ രചിച്ചതാരാണ്? O ചന്തുമേനോനാണ്. എന്നാൽ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അത് അവകാശികളാണ്. അത് എഴുതിയത് നമ്മൾ പറഞ്ഞു വിലാസിനിയാണ് അല്ലേ? വിലാസിനി അഥവാ MK മേനോനാണ് ഏറ്റവും ദീർഘിച്ച നോവലായിട്ടുള്ള അവകാശികൾ എഴുതിയത്. കേരള സാക്ഷരതാ മിഷൻ്റെ മുഖപത്രം ഏതാണ്? അക്ഷര കൈരളിയാണ്. സാക്ഷരതാ മിഷൻ്റെ മുഖപത്രമാണ് അക്ഷര കൈരളി. അപ്പോൾ ഗ്രന്ഥശാല സംഘത്തെ നമ്മൾ പറഞ്ഞു ഗ്രന്ഥലോകം ആയിരുന്നു അല്ലേ? എന്നാൽ കേരള സാക്ഷരതാ മിഷൻ്റെ മുഖപത്രമാണ് അക്ഷര കൈരളി. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? പെരുങ്കുളം ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? പെരുങ്കുളം ഗ്രാമം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓർത്ത് നോക്കണം, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവിയാരാണ്?
ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണെന്ന് മലയാള സാഹിത്യ ചരിത്രം എന്ന പുസ്തകം എഴുതിയതും ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ഇനി മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ആരാണ്? കുമാരനാശാനാണ്. അപ്പം മഹാകാവ്യം എഴുതുമ്പോഴാണ് എല്ലാവരും എന്താകുന്നത്? മഹാകവിയാകുന്നത്. പക്ഷേ മഹാകാവ്യം എഴുതാതെ മഹാകവിയായിട്ടുള്ള വ്യക്തിയാണ് കുമാരനാശാൻ. അതേസമയം നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്താണ്? കുമാരനാശാൻ്റെ വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത്. അപ്പോൾ മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാൻ. എന്നാൽ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? അത് വീണപൂവാണ്. അഗ്നിസാക്ഷി എന്ന പ്രസിദ്ധ നോവൽ രചിച്ചതാരാണ്? ലളിതാംബിക അന്തർജനം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ള മലയാളത്തിലെ നോവലാണ് അഗ്നിസാക്ഷി. ഇത് എഴുതിയതാരാണ്? ലളിതാംബിക അന്തർജനം. ഓടക്കുഴൽ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ എന്ന കൃതിയുടെ രചയിതാവ് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതിയാണ് ഏത്? ഓടക്കുഴൽ. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി രചിച്ചതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. നമ്മളത് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി രചിച്ചതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണ്? AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള വാൽമീകി എന്നറിയപ്പെട്ടത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയും ആണ്. കേരളത്തിൻ്റെ വാൾട്ടർ സ്കോട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്കോട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? CV രാമൻ പിള്ളയാണ്. അപ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്നുകിൽ കേരളത്തിൻ്റെ വാൾട്ടർ സ്കോട്ട് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്കോട്ട് എന്ന് ചോദിക്കും. അപ്പോൾ സ്കോട്ട് ചോദിച്ചാലും വാൾട്ടർ സ്കോട്ട് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? CV രാമൻ പിള്ളയാണ്. കേസരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. കേസരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. എന്താണ് പേര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കേസരി എന്ന് അറിയപ്പെടുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 23. ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 23. അപ്പോൾ കൂട്ടുകാർക്കുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്? ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് ചോദ്യം? ലോക പുസ്തക ദിനം ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസന വികൃതിയാണ്. നമ്മൾ പറഞ്ഞതാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസന വികൃതി. വാസന വികൃതി എന്ന ചെറുകഥ രചിച്ചതാരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് വാസന വികൃതി എന്ന മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ രചിച്ചിട്ടുള്ളത്. ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? രാമായണം. ആദ്യ കാവ്യം അല്ലെങ്കിൽ ആദി കാവ്യം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? രാമായണമാണ് അറിയപ്പെടുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനുമാണ്. അപ്പോൾ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛനാണ്. എന്നാൽ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്.
കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ജോസഫ് മുണ്ടശ്ശേരി ആരെയാണ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കുമാരനാശാനെ. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് ഏത്? അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ അഗ്നിസാക്ഷിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചിട്ടുള്ള മലയാള നോവലാണ്. ഭാഷയിലെ താജ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? കണ്ണുനീർ തുള്ളിയാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർ തുള്ളിയാണ് ഭാഷയിലെ താജ് എന്നറിയപ്പെടുന്ന കൃതി. ശക്തിയുടെ കവി ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അല്പം കുറച്ച് ചോദ്യങ്ങളുള്ള ഒരു മൂന്നാമത്തെ വീഡിയോ കൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കടക്കുകയാണ്. അത് 18-ാം തീയതിയാണ്. അപ്പോൾ നാളെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പാർട്ട് 3 അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കുക, നമ്മുടെ കോമ്പറ്റീഷന് വേണ്ടി ഒരുങ്ങുക. അതോടൊപ്പം തന്നെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വിസ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി പങ്കെടുക്കാൻ കഴിയുന്നതിലൊക്കെ പങ്കെടുക്കുക. എല്ലാവർക്കും വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് ചോദ്യം. അറിയുന്ന കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യുക. അറിയാത്തവർ അത് സെർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.